ഷെയർ ചെയ്യുന്നതിലോ വോയിസിലോ എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ ആരെങ്കിലും അറിയിക്കണം കേട്ടോ. ഞാൻ നോട്ടീസ് ചെയ്യാതെ പോയാൽ. ഓക്കെ. ഓക്കെ, ഇപ്പൊ കറന്റ്ലി നമ്മൾ ഷെയർ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ എനിക്ക് നമ്മളൊരു യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ അപ്രോച്ച് ചെയ്യുന്നത്. സെക്കൻഡ് സീരീസ് എന്ന് പറയുന്ന യുദ്ധത്തിനെ അടിസ്ഥാനമാക്കിയിട്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് ട്രിക്സും ടിപ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ നിലവിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം വരുമ്പോഴേക്കൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ കഥ അറിഞ്ഞ് പഠിക്കാനുള്ള ഒരു സമയം കിട്ടും. അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഞാനത് ഏറ്റവും ഷോർട്ടായിട്ട് എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം നമുക്ക് ഡിസ്കഷന് ചെറിയ സമയം വെക്കാം. അപ്പൊ ആ സമയത്ത് നമുക്ക് അത് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോ നേരെ ഗ്രാഫിക്സിൽ ഇപ്പൊ നിലവിൽ എൻ്റർ ചെയ്യുന്നത് ഗ്രാഫിക്സിന് ഒരു സിനിമയായി കണക്കാക്കുകയാണെങ്കിൽ നിങ്ങൾ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഈ സബ്ജക്ട് ഒരു സിനിമയായി കണക്കാക്കുകയാണെങ്കിൽ സെക്കൻഡ് ഇന്റർവെല് കഴിഞ്ഞിട്ട് നമ്മൾ കയറുന്നത്. അപ്പൊ സിനിമയുടെ മുമ്പിലുള്ള കഥ നമുക്ക് കുറച്ച് ഫെമിലിയർ ആയിരിക്കണം. അതുകൊണ്ട് മാത്രം ഞാൻ നമ്മുടെ ഈ പോയിന്റ്സിനെ കുറിച്ച് വെറുതെ ഒന്ന് പറയാം. വെറുതെ പറയാണ്. ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമുണ്ട്. പോയിന്റ്സ്. കാരണം നമ്മൾ അൾട്ടിമേറ്റ്ലി ഗ്രാഫിക്സിൽ പഠിക്കുന്നത് നമ്മുടെ റിയൽ ടൈം ആയിട്ടുള്ള 3D ഒബ്ജക്ട്സിനെ 2D ആയി വരയ്ക്കാനാണ്. നമ്മുടെ റിയൽ ടൈം ആയിട്ടുള്ള 3D ഒബ്ജക്ട്സിനെ 2D ആയി റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ഗ്രാഫിക്സിൽ പഠിക്കുന്നത്. അതിനെയാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുക, പ്രൊജക്ഷൻ എന്നൊക്കെ വിളിക്കുന്നത്. അൾട്ടിമേറ്റ്ലി നമ്മൾ ഗ്രാഫിക്സിൽ ചെയ്യുന്നത് പ്രൊജക്ഷൻ ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന വിളിപ്പേരാണ് എന്ത്? ആ പ്രൊജക്ഷനെ നമ്മൾ വിളിക്കുന്ന വിളിപ്പേരാണ് നമ്മൾ വരയ്ക്കുക അല്ലെങ്കിൽ ഡ്രോ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാഫിക്സിൽ ഡ്രോയിങ് മാത്രമുള്ളൂ നമുക്കറിയാം. ആ ഡ്രോയിങ്ങിന്റെ ഒരു ടെക്നിക്കൽ ടേം ആണ് പ്രൊജക്ഷൻ. ഗ്രാഫിക്സിൽ നമ്മൾ പ്രൊജക്ഷനാ ചെയ്യണേ. അപ്പൊ നമ്മുടെ റിയൽ ടൈം ഒബ്ജക്റ്റുകളിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്കിപ്പോ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ ലൈനിൽ ഒരു ഫോണിന്റെ കേസ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അതിന് നമുക്ക് ഫോണിന്റെ കേസിന്റെ ഡിസൈൻ ചെയ്യണം. ആ ഡിസൈൻ വരയ്ക്കണം. ആ വരയ്ക്കലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഫോണിന്റെ കേസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ നമ്മളിപ്പോ വെറുതെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സാധനമായിട്ട് കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ ഇതിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോ നമ്മൾ പഠിക്കുന്ന ഒരു ഒബ്ജക്റ്റ് അത് നമ്മളിപ്പോ സോളിഡ് എന്ന് വിളിക്കും അല്ലെ? അല്ല, ബേസിക്കലി അതൊരു സോളിഡാ അല്ല. അതിന് മെറ്റീരിയൽ റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് പർട്ടിക്കുലർ ഡിസൈനിലുള്ള മൊബൈൽ കേസ് കിട്ടുന്നത്. ഈ സോളിഡ് ഇപ്പോൾ റെക്ടാങ്കുലർ പ്രിസം എന്ന് വിചാരിക്കുക. ഈ റെക്ടാങ്കുലർ പ്രിസത്തിനെയാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് പ്രാക്ടിക്കൽ സെൻസിൽ ഗ്രാഫിക്സിൽ വരയ്ക്കേണ്ടത്. അതാണ് നമ്മുടെ ആവശ്യം. അതിനെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയി റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഗ്രാഫിക്സിൽ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗ്രാഫിക്സിനെ നമ്മൾ എഞ്ചിനീയേഴ്സ് ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അൾട്ടിമേറ്റ്ലി നമുക്ക് റിയൽ ടൈം ഒബ്ജക്ട്സ് ആണ് വരയ്ക്കേണ്ടത്. ആ റിയൽ ടൈം ഒബ്ജക്ട്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരുപാട് പ്ലെയിൻസുകളെ ചേർത്ത് വെച്ചിട്ടാണ്. അപ്പൊ ഗ്രാഫിക്സിൽ നമുക്ക് 3D ഒബ്ജക്റ്റുകൾ വരയ്ക്കണമെങ്കിൽ പ്ലെയിനുകളുടെ പ്രൊജക്ഷൻ അല്ലെങ്കിൽ പ്ലെയിനുകളെ വരയ്ക്കാൻ പഠിക്കണം. പ്ലെയിനുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ബേസിക്കലി എന്താണ്? ഒരുപാട് ലൈൻസുകൾ ചേർന്നിട്ടാണ്. അപ്പൊ പ്ലെയിനുകളെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ ലൈനുകളെ കുറിച്ച് പഠിക്കണം. ലൈൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്നോ അതിലധികമോ പോയിന്റ്സുകളെ ചേർത്തിട്ടാണ്. അപ്പൊ നമ്മൾ പോയിന്റ്സിന്റെ പ്രൊജക്ഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ടെക്നിക്കലി നമ്മൾ ഗ്രാഫിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ആണ്. പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് അതാണ് നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ആദ്യം പഠിക്കുന്ന സാധനം. 4 ക്വാഡ്രന്റ് ഉണ്ടെന്നും 4 ക്വാഡ്രന്റിൽ നമുക്ക് പോയിന്റിന്റെ പ്രൊജക്ഷൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് വിളിക്കുന്ന 2 പ്ലെയിനുകൾ ഉണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഒരു പ്ലെയിനെ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ എന്നും ഒരു പ്ലെയിനെ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് വിളിക്കും. വെർട്ടിക്കൽ പ്ലെയിനിലാണ് എപ്പോഴും ഫ്രണ്ട് വ്യൂ കിട്ടുക. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ആണ് എപ്പോഴും ടോപ്പ് വ്യൂ കിട്ടുക. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇങ്ങോട്ടും വെർട്ടിക്കൽ പ്ലെയിനെ ഇങ്ങോട്ടും നമ്മൾ ഡ്രോപ്പ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ അവൈലബിൾ സ്പേസിന് നമുക്ക് 4 ക്വാഡ്രന്റ് ആയിട്ടിരിക്കും. 1, 2, 3, 4. ഈ 4 ക്വാഡ്രന്റുകളിലും പോയിന്റുകളെ വെക്കാനും ആ പോയിന്റുകളെ പ്രൊജക്ട് ചെയ്യാനും ലൈനുകളെ വരയ്ക്കാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ. നമ്മളൊന്ന് ബ്രീഫ് ചെയ്യാണ്. ഇതിൽ ഏറ്റവും മിനിമൽ ആയിട്ട് നമുക്ക് കമ്പൽസറിലി അറിയേണ്ട കേസ്
ഫ്രണ്ട് വ്യൂ തരുന്ന പ്ലെയിനെ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ എന്നും ടോപ്പ് വ്യൂ തരുന്ന പ്ലെയിനെ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്നും വിളിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും മിനിമം അറിയേണ്ടത്. ഇവർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന നമ്മളുടെ ഈ ലൈനിനെ, ഈ ജോയിനിങ് ലൈനിനെ നമ്മൾ XY ലൈൻ എന്നാണ് വിളിക്കുക. അതും നമുക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോ തൽക്കാലം നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന തേർഡ് മൊഡ്യൂളില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഒബ്ജക്റ്റുകളെ മാത്രമാണ്. ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ക്വാഡ്രന്റിന് മാത്രം ഇവിടേക്ക് കോപ്പി ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഇത്രയും കഥ മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. എവിടെ? തേർഡ് മൊഡ്യൂളിൽ. ഇപ്പൊ നമ്മൾ ഡീൽ ചെയ്യുന്ന സെക്ഷനിലും ഡെവലപ്മെന്റിലും ഇത്രയും മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ്, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഇത് മീറ്റ് ചെയ്യുന്ന ഈ ലൈനിനെ നമ്മൾ XY ലൈൻ എന്ന് വിളിക്കും. ഇയാളെ നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് വിളിക്കും. ഇയാളെ നമ്മൾ ടോപ്പ് വ്യൂ എന്ന് വിളിക്കും. ആസ് ഓൾ വി നോ, നമ്മൾ ഇതിനെ ഒരു 2D പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്ലെയിനെ താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ ടോപ്പ് വ്യൂ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ പ്ലെയിൻ താഴത്തേക്ക് പോകുമ്പോൾ ടോപ്പ് വ്യൂ താഴെ വരും. ഇത് നമ്മൾ ഇയാളെ വരയ്ക്കും. ഇയാളെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ നമ്മുടെ പേപ്പറിൽ വരയ്ക്കുന്നത്. അതായത് ഈ സാധനത്തിന് ഇവിടെ നിന്ന് കാണുന്നത്, അതായത് XY ലൈൻ ഉണ്ട്. XY ലൈനിന്റെ മുകളിലുള്ള പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. അതായത് നമ്മളിങ്ങനെ ഒരു സ്ക്വയർ ബോക്സ് ഇട്ട് ലിമിറ്റ് ചെയ്യാതെ XY ലൈനിന്റെ മുകളിൽ മുഴുവൻ വെർട്ടിക്കൽ പ്ലെയിൻ ആണെന്നും XY ലൈനിന്റെ താഴെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെന്നും പറയും. അപ്പൊ നമുക്ക് ഫ്രണ്ട് വ്യൂ മുകളിലും ടോപ്പ് വ്യൂ താഴെയാന്ന് അറിയാം. അങ്ങനെ ഇതാണ് ഇതിന്റെ പിന്നിലെ കഥ, ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ കഥ. അതായത് നമ്മൾ ഈ പഠിക്കുന്ന സെക്ഷൻ ഓഫ് സോളിഡ്സിൽ നമുക്ക് അറിയേണ്ടത് XY ലൈനിന്റെ മുകളിലാണ് എപ്പോഴും നമുക്ക് ഫ്രണ്ട് വ്യൂ വരിക, താഴെയാണ് എപ്പോഴും ടോപ്പ് വ്യൂ വരിക എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എന്താന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഒരു ഒബ്ജക്റ്റിനെ ഫ്രണ്ട് വ്യൂവിൽ വെച്ച് ഒരു ഒബ്ജക്റ്റിനെ ഫ്രണ്ടിൽ പോയി നോക്കിയാൽ കാണുന്നത് എന്താണോ അതിനെ നമ്മൾ അതിന് പാരലായിട്ടുള്ള പ്ലെയിനിൽ വരയ്ക്കുന്നതിനെയാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറയാം. അത് നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. സംഭവം വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു കോൺ ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ആ കോണിനെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ എനിക്ക് കാണുക ഇങ്ങനത്തെ ഒരു റെക്ടാങ്കിൾ ആണ്, സോറി ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിൽ ഞാൻ അതിന്റെ നേരെ കാണുന്ന ഒരു പ്ലെയിനിൽ വരയ്ക്കും. അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് വിളിക്കും. ടോപ്പിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു സർക്കിളാണ് കാണാം. ആ സർക്കിളിനെ ടോപ്പ് വ്യൂവിന് പാരൽ, നോക്കുന്ന ഡയറക്ഷൻ പാരലായിട്ടുള്ള പ്ലെയിനിൽ വരയ്ക്കും. അതിനെ ടോപ്പ് വ്യൂ എന്ന് വിളിക്കും. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. നിങ്ങളിപ്പോ എനിക്ക് നിങ്ങളെ ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞേട്ടാ. അപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത് XY ലൈനിന്റെ മുകളിൽ ഫ്രണ്ട് വ്യൂ, താഴെ ടോപ്പ് വ്യൂ, അത്ര മാത്രമേ ഉള്ളൂ തേർഡ് മൊഡ്യൂളിൽ. അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. തേർഡ് മൊഡ്യൂളിലും ഫോർത്ത് മൊഡ്യൂളിലും നമുക്ക് അങ്ങനത്തെ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അപ് ടു സർട്ടൺ എക്സ്റ്റെന്റ് സെക്കൻഡ് മൊഡ്യൂളിലും വലിയ കൺഫ്യൂഷൻ ആവശ്യമില്ല. ഫസ്റ്റ് ക്വാഡ്രന്റിലെ കഥകൾ തന്നെ അധികം ചോദിക്കാം. അപ്പോ അതാണ് നമ്മുടെ ഏറ്റവും മിനിമൽ ആയിട്ട് ആദ്യം അറിയേണ്ട കഥ. ആ കഥ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. പിന്നെ നമുക്ക് കുറച്ച് സോളിഡുകളെ പരിചയപ്പെടണം. ആ സോളിഡുകളിൽ ആദ്യത്തെ ആള് പ്രിസാണ്. പ്രിസങ്ങളുണ്ട്, പിന്നെ പിരമിഡ് ഉണ്ട്, കോണിന്റെ സിലിണ്ടർ ഉണ്ട്. ഇവരെല്ലാരും വരയ്ക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഈ മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. വരയ്ക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരച്ചു പഠിച്ച കുട്ടിയായാലും നമ്മൾ വാലുവേഷൻ ഇരിക്കുമ്പോൾ 70% കുട്ടികൾ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. പ്രിസം വരയ്ക്കാൻ പറഞ്ഞ പിരമിഡ് വരയ്ക്കും, പിരമിഡ് വരയ്ക്കാൻ പറഞ്ഞ പ്രിസം വരയ്ക്കും. മനസ്സിലായോ? ക്വസ്റ്റ്യനിൽ പ്രിസം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചാടി പോയിട്ട് പിരമിഡ് വരയ്ക്കും. പിരമിഡ് വരയ്ക്കാൻ പറഞ്ഞാലോ പ്രിസം വരയ്ക്കും. അപ്പൊ ആ തെറ്റ് നമുക്ക് പറ്റരുത്. അപ്പൊ ഞാൻ കുട്ടികളോട് സാധാരണയായി പറയാറുള്ളത്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള സോൾഡിന് ചുറ്റും വലിയൊരു വട്ടം വരച്ചില്ല. പിന്നെ അത് ലോക്കാണ് അവിടെ മനസ്സിൽ, അത് തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, പറഞ്ഞു വന്നത് പ്രിസം എന്താണെന്നാണ്. പ്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, പ്രിസത്തിന് മുമ്പ് ഒരു പേരുണ്ടാവും. സ്ക്വയർ പ്രിസം എന്നാണ് അയാളുടെ പേരെങ്കിൽ, ഇയാളെ നമ്മൾ ഒരു വ്യക്തിയായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ, ഒരു മനുഷ്യനായിട്ട് ഇയാളെ പരിഗണിക്കുകയാണെങ്കിൽ ഇയാളുടെ മുഖമാണ് സ്ക്വയർ, ബോഡിയാണ് പ്രിസം. അത്രയേ ഉള്ളൂ കേട്ടോ. അയാളുടെ മുഖത്തിന്റെ പേരിലാണ് ഒരാൾ അറിയപ്പെടുക. അതായത് ഒരു സ്ക്വയർ ഉണ്ടാവും, വേറൊരു സ്ക്വയർ ഉണ്ടാവും. ഇതിന്റെ ഒരേപോലത്തെ സൈഡുകൾ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഇതാണ് സ്ക്വയർ പ്രിസം. അപ്പോൾ ഇയാൾ സ്ക്വയർ ആണെങ്കിൽ ഇയാൾ സ്ക്വയർ പ്രിസം എന്ന് വിളിക്കും. ഇതുപോലെ ഇവിടെ ട്രയാങ്കിൾ ആണെങ്കിൽ മുകളിൽ ഒരു ട്രയാങ്കിൾ ഉണ്ടാവും. അപ്പൊ അയാളെ നമ്മൾ ട്രയാങ്കുലർ പ്രിസം എന്ന് വിളിക്കുന്നേ ഉള്ളൂ. വേറൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൽ കുറച്ച് പരിചയപ്പെടേണ്ട ടെർമിനോളജീസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരാം സ്ക്വയർ പ്രിസം, പെന്റഗണൽ പ്രിസം, ഹെക്സഗണൽ പ്രിസം ആണ്. അത്രയും നമുക്ക് സിലബസിലുള്ളൂ. അപ്പൊ ഇതിൽ നമുക്ക് പരിചയപ്പെടേണ്ട കുറച്ച് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ അടിയിലുള്ള ഈ സ്ക്വയറിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫേസ് എന്നാണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഇവരെ ഈ മൂലകളെ നമ്മൾ ടെക്നിക്കലി വിളിക്കുന്ന പേര് കോർണർ എന്നാ. കോർണർ, രണ്ട് കോർണറുകളെ ചേർത്താൽ ജോയിൻ ചെയ്യുന്ന സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് എഡ്ജസ് എന്നാണ്. എഡ്ജസ്. അപ്പൊ എഡ്ജസ്, ഇവിടെ ഒരു കോർണർ ഉണ്ട്, ഇവിടെ ഒരു കോർണർ ഉണ്ട്. അപ്പൊ ഇവരെ ജോയിൻ ചെയ്യുന്നതും എഡ്ജ് തന്നെയാണ്. അപ്പൊ അടിയിലും ചെറിയ എഡ്ജും ഉണ്ട്, വലിയ എഡ്ജും ഉണ്ട്. ഇവരെ പരസ്പരം തിരിച്ചറിയണം.
തിരിച്ചറിയാൻ വേണ്ടി ഇവിടുത്തെ ആൾക്കാരെ ബേസിലുള്ള എഡ്ജ് അഥവാ ബേസ് എഡ്ജ് എന്നും ഇവിടുത്തെ ആൾക്കാരെ സൈഡിലുള്ള എഡ്ജ് അഥവാ സൈഡ് എഡ്ജ് എന്നും വിളിക്കും. കുഴപ്പമില്ലല്ലോ, വളരെ ഈസിയാണ് കേട്ടോ. ലാറ്ററൽ എഡ്ജ്, സൈഡിലുള്ള എഡ്ജിനെ നമ്മൾ വിളിക്കുന്ന വേറെ വേറെ ലാറ്ററൽ എഡ്ജ്. ഈ പേരുകളൊക്കെ മാറി മാറി എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെർമിനോളജിയാണ് ഇതിന്റെ അടിയിലത്തെ ഫേസിന്റെ സെന്ററും മുകളിലത്തെ ഫേസിന്റെ സെന്ററും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഇമാജിനറി ലൈൻ. അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്സിസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അയാൾ ഒരു ഇമാജിനറി ആയിട്ടുള്ള ലൈനാണ്, ശരിക്കും ആളില്ല. പക്ഷെ ഈ സോളിഡ് നമ്മൾ അതിനു മുമ്പ് പറഞ്ഞ എല്ലാവരും ശരിക്കുള്ള ആൾക്കാരാണ്. അവർ റിയൽ ആയിട്ട് അവിടെ ഉണ്ട്. റിയൽ ടൈം ആയിട്ടുള്ള എഡ്ജസും കോർണേഴ്സും ആണ്. പക്ഷെ ആക്സിസ് മാത്രം റിയൽ ടൈം അല്ല. ബട്ട് സ്റ്റിൽ ആക്സിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ സോളിഡിന്റെ പൊസിഷൻ പറയുക ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ എല്ലാവർക്കും ആക്സിസ് ഉണ്ട്. അങ്ങനെ സ്ക്വയർ പ്രിസ് ഉണ്ട്, അടിയിൽ ഹെക്സഗൺ പ്രിസ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. ഇതിങ്ങനെ ഒരു ഹെക്സഗൺ ഉണ്ടാവും, മുകളിൽ ഒരു ഹെക്സഗൺ ഉണ്ടാവും, അവരെ കറസ്പോണ്ടിങ് സൈഡ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അതിനെ നമ്മൾ ഹെക്സഗൺ പ്രിസ് എന്ന് വിളിക്കും. ഇങ്ങനെ സെന്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്ത ഇമാജിനറി ലൈനെ നമ്മൾ ആക്സിസ് എന്ന് വിളിക്കും. ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രിസം. ഇനി വേറെ ആൾക്കാരുണ്ട്, പിരമിഡ്. ഈ പിരമിഡ് പഠിച്ചു കഴിഞ്ഞാലാണ് കൺഫ്യൂഷൻ. പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പ്രിസം വരച്ചു വെക്കാറുണ്ട് കുട്ടികൾ. അതെന്തുകൊണ്ടാണ് വരച്ചു വെക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് അറിയാത്തതുകൊണ്ടല്ല, നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ലൈനിന്റെ പ്രോബ്ലം പഠിച്ചവർക്ക് അറിയാം, കമ്പാരിറ്റീവ്ലി ടഫാണ്. വളരെ ടഫായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ള മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂൾ അപ്പിയർ ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് മൊഡ്യൂളിൽ ഇൻക്ലിനേഷൻ 6 ഫിഗർ വരച്ചു കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, തേർഡ് മൊഡ്യൂളിലേക്ക് വരുന്നത്. തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, നിങ്ങൾ എത്ര എക്സ്പേർട്ട് ആണെങ്കിലും. ശ്രദ്ധിക്കേണ്ട കേസ് പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള സോളിഡിന് ചുറ്റും വട്ടം വരച്ചിടുക വളരെ നിർബന്ധമാണ്. പിന്നെ പിരമിഡ് എന്ന് പറഞ്ഞാൽ നേരെ മനസ്സ് നമ്മുടെ ഈജിപ്തിലേക്ക് പോകണം. ഈജിപ്തിൽ പോയിട്ട് ഈജിപ്തിലെ പിരമിഡ് ആലോചിക്കണം. ഈജിപ്തിന്റെ പിരമിഡിന്റെ പ്രത്യേകത, മുകളിൽ ഒരാളുണ്ട്, എല്ലാം കാണുന്ന ഒരാള്. അയാളെ നമ്മൾ വിളിക്കുന്ന പേര് അപ്പെക്സ് എന്നാ. സോ നമുക്ക് പിരമിഡുകളുടെ പേര് പറഞ്ഞു തുടങ്ങാം. ഇപ്പൊ നമ്മളൊരു പെന്റഗണൽ പിരമിഡിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ, പെന്റഗണൽ പിരമിഡിന് എല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ട്, പിന്നെ പേര് പറയുന്ന ആൾ അടിയിലുണ്ട്. പെന്റഗൺ ആണ് ഇതേ പെന്റഗൺ. ഇനി മുകളിലുള്ള ആളിൽ നിന്ന് ഓരോ കോർണറുകളിലേക്ക് ഇങ്ങനെ എഡ്ജസ് ഉണ്ട്. ഓക്കെ, ഇനി മുകളിലത്തെ അപ്പെക്സ് അല്ലെങ്കിൽ സെന്റർ പോയിന്റിൽ നിന്ന് അടിയിലത്തെ ഫേസിന്റെ സെന്ററിലേക്കുള്ള ഇമാജിനറി ആയിട്ടുള്ള ഈ ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഗൈൻ ആക്സിസ്. ഇതൊരു ഇമാജിനറി ലൈനാണ്. ഇനി അഗൈൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഇയാൾക്ക് ആരുണ്ട്, കോർണറുകളുണ്ട്. കോർണറുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന എഡ്ജസ് ഉണ്ട്. ബേസിലെ എഡ്ജസിനെ ബേസ് എഡ്ജസ് എന്ന് വിളിക്കും. ഫേസ് ആയതുകൊണ്ട് ചില കേസുകളിൽ ഫേസ് എഡ്ജസ് എന്ന് വിളിക്കാറുണ്ട്. സൈഡിലെ എഡ്ജുകളെ ഇത് ചെരിഞ്ഞിരിക്കുന്ന എഡ്ജുകൾ ആയതുകൊണ്ട് ഇവരെ നമ്മൾ ഇവിടെ വിളിക്കുക സ്ലാൻഡ് എഡ്ജസ് എന്നാ. സ്ലാൻഡ് എഡ്ജസ്, ചെരിഞ്ഞിരിക്കുന്ന എഡ്ജസ്. നോക്കിയാൽ നേരത്തെ നമ്മൾ വിളിക്കാറുള്ളത് സ്ലാൻഡ് എഡ്ജ് എന്നല്ല കേട്ടോ, സൈഡ് എഡ്ജസ് അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജസ് എന്നാണ്. കൃത്യമായിട്ട് അറിയണം. ഇവിടെ നമ്മൾ ഇയാളെ വിളിക്കുന്ന പേരെന്താണ്, സ്ലാൻഡ് എഡ്ജസ്. ഇനി ഇത് ക്ലോസ് ചെയ്ത കാണാവോ, ഇത് ക്ലോസ് ചെയ്ത മീറ്റ് ക്ലോസ് ആവോ അറിയില്ല. ഓക്കെ മഹാലക്ഷ്മി മിസ്സേ, ഞാൻ ഈ ഇത് ക്ലോസ് ചെയ്താ മീറ്റ് ക്ലോസ് ആവോ? ഐ മീൻ ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്താ അറിയില്ല. ഓക്കെ, അപ്പോ ഇത് സ്ലാൻഡ് എഡ്ജസ് ആണ്, ബേസ് എഡ്ജസ് ആണ്, അപ്പെക്സ് ആണ്. അപ്പൊ പിരമിഡിനെ സംബന്ധിച്ചതാണ്. പിരമിഡ് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ മനസ്സിലേക്ക് ഈജിപ്തിലെ പിരമിഡ് ആലോചിക്കണം. ഇനിയിപ്പോ ഹെക്സഗണൽ പിരമിഡ് ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും വ്യത്യാസം, അടിയിൽ ഒരു ഹെക്സാൺ ആയിരിക്കുന്ന ഉള്ള വ്യത്യാസം ഉണ്ടാവും. ബാക്കിയൊക്കെ സെയിം ആണ്. ഇത് ഹെക്സഗൺ ഉണ്ടാവും, ഒരു അപ്പെക്സ് ഉണ്ടാവും. അപ്പെക്സിൽ നിന്ന് ഓരോ കോർണറുകളിലേക്ക് ഇങ്ങനെ എഡ്ജസ് ഉണ്ടാവും. ചെരിഞ്ഞിരിക്കുന്ന ഈ എഡ്ജസിനെ നമ്മൾ എന്ത് വിളിക്കും, ചെരിഞ്ഞിരിക്കുന്ന സ്ലാൻഡ് എഡ്ജസ് എന്ന് വിളിക്കും. സെന്റർ പോയിന്റ് ഇവർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആക്സിസ് എന്ന് പറയുന്ന ഒരു ഇമാജിനറി ലൈൻ അവിടെ ഉണ്ട്. ആക്സിസ് ഇമ്പോർട്ടന്റ് ആവുന്നത് സോളിഡിന്റെ പൊസിഷൻ പറയാനാണ്. നമ്മൾ ഇതിന് വഴിയെ പിടിക്കും. അപ്പൊ പിരമിഡ് കഴിച്ചു. പിരമിഡും പ്രിസത്തിനെയും നമ്മൾ ജനറലി ഒരു കാറ്റഗറിയിലാണ് പെടുത്തുക. അത് പറയാൻ കാരണം നമ്മുടെ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സോളിഡ് ഓഫ് റെവല്യൂഷൻ എന്ന് വിളിക്കുന്ന കോണും സിലിണ്ടറാണ്. കോൺ, ഫസ്റ്റത്തെ ആള് കോൺ. കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, കോണിൽ എന്തുണ്ട്, കോണിന്റെ പ്രത്യേകത. സോളിഡ് ഓഫ് റെവല്യൂഷൻ വിളിക്കാൻ പറയാൻ ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒരു ട്രയാങ്കിളിനെ ഈ ആക്സിസ് കൂടെ കൂടി പിടിച്ച് നമ്മൾ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്രിയേറ്റ് ആവുന്ന 3D ഫിഗറിനെയാണ് നമ്മൾ കോൺ എന്ന് വിളിക്കുക. കോണിന്റെ പ്രത്യേകത ബാക്കി എല്ലാ സോളിഡിന്റെയും സൈഡിലുള്ള സർഫസുകൾ സ്ട്രെയിറ്റ് സർഫസുകളാണ്. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള സർഫസുകളാണ്. കോണിന് കർവ്ഡ് സർഫസാണ്. അവിടെ പോയിന്റ് മാർക്ക് ചെയ്യുന്നതിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും, സ്റ്റിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ കോണ്
കോണിന് അഗെയിൻ കോണിന്റെ പ്രത്യേകത, കോണിന് എന്തില്ല, കോണിന് കോർണറുകളും എഡ്ജസ് ഒന്നും ഇല്ല. സർക്കുലാർ ആയിട്ടുള്ള ഒരു ഫേസ് ഉണ്ട്, പിന്നെ ഒരു അപ്പെക്സ് ഉണ്ട്. കോണിന് അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അടുത്ത ആള് സിലിണ്ടർ. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ, അടിയിലൊരു സർക്കിള് മേലൊരു സർക്കിള് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. സെന്റർ പോയിന്റും ജോയിൻ ചെയ്യുന്ന ആക്സിസ് ഉണ്ടാവും. ഇത്രയാണ് ഒരു സിലിണ്ടറിനെ സംബന്ധിച്ചുള്ളത് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ. ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സോളിഡുകൾ. കൺഫ്യൂഷൻ ഒന്നും വിചാരിക്കുന്നു. സോളിഡ് ഇപ്പൊ നമ്മൾ കോണ് പറഞ്ഞ പോലെ സോളിഡ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ റെക്ടാങ്കിളിനെ ഇങ്ങനെ ഒരു ആക്സിൽ വെച്ചിട്ട് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ക്രിയേറ്റ് ആവുന്ന ഫിഗർ ആണ് കേട്ടോ നമ്മുടെ സിലിണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഇൻട്രൊഡക്ടറി ആയിട്ട് അറിയേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കഥയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അറിയുന്ന കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെന്റഗണൽ പിരമിഡ്. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു കേസാ പറയാം. ഒരു പെന്റഗണൽ പിരമിഡ് ഉണ്ടെന്ന് പറയും. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. നമ്മൾ ഈ കഥയിലേക്ക് സീരിയസ് ആയി കിടക്കാം. പെന്റഗണൽ പിരമിഡ് ഉണ്ട്. പെന്റഗണൽ പിരമിഡിന് നമുക്ക് വരയ്ക്കാൻ വേണ്ടത് ഒരു ബേസ് എഡ്ജിന്റെ ലെങ്ത്, ബി എന്ന് പറഞ്ഞ ബേസ് എഡ്ജിന്റെ ലെങ്ത് 40 mm ആണെന്ന് വിചാരിക്കുക. പിന്നെ ഒരു ആക്സിസിന്റെ ലെങ്ത് 70 mm. ഇതാണ് ഒരു പെന്റഗണൽ പിരമിഡിനെ കുറിച്ച് പറയാൻ, അതിനെ വരയ്ക്കാനായിട്ട് അവർ നമുക്ക് തരുന്ന ഡാറ്റാസ്. എന്നിട്ട് അവർ പറയും ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP ഓർ VP എന്ന് പറയും. HP എന്നേ പറയുള്ളൂ, VP യിലും റെസ്റ്റ് ചെയ്യാം, പക്ഷെ HP എന്നേ പറയുള്ളൂ. കാരണം നമ്മുടെ ബുദ്ധിയാണ്. ഈ പ്രോബ്ലം തേർഡ് മൊഡ്യൂളിലെ പ്രോബ്ലം ആണ്. അതുകൊണ്ട് ഫേസ് റെസ്റ്റ് ചെയ്യുന്ന കേസ് ചോദിക്കുള്ളൂ. കാരണം തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് സെക്ഷൻ ഓഫ് സോളിഡാണ്. സോളിഡിനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യണമെങ്കിൽ ഗ്രാവിറ്റിയിൽ നമ്മൾ ഇട്ടാലേ ആളെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ വെച്ചിരിക്കുന്ന സാധനത്തിനെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. റിയൽ ടൈം കട്ടിമേ ചോദിക്കുള്ളൂ. അതൊക്കെ നമ്മുടെ ബുദ്ധിയാണ് കേട്ടോ. റെസ്റ്റിംഗ് ഓൺ HP എന്ന് പറയാം. പിന്നെ സോളിഡിനെ കട്ട് ചെയ്യേണ്ട കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് ഏത് പ്രോബ്ലത്തിന്റെ. ഫസ്റ്റ് പാർട്ട് വരച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ 8 മാർക്ക് നിങ്ങളുടെ കിട്ടിക്കഴിഞ്ഞു. ആ ഫസ്റ്റ് പാർട്ട് ഓരോ സോളിഡിന്റെയും എങ്ങനെ വരയ്ക്കും എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കഥയാണ്, എന്നാലും ഞാൻ വേഗം പറയാണ്. ഓടിച്ചൊന്ന് പറയും, ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അവസാനം ചോദിക്കണം ഓരോ സോളിഡുകളുടെയും. ഇത് പഠിച്ചു കഴിഞ്ഞാലുള്ള പ്രത്യേകത, നിങ്ങളുടെ തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടിന്റെയും 15 മാർക്കിൽ 7.5 മാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇത് പഠിച്ചു കഴിഞ്ഞാലുള്ള വേറെ പ്രത്യേകത, സെക്കൻഡ് മൊഡ്യൂളിലെ 4 മാർക്ക് നിങ്ങൾക്ക് ഇതുകൊണ്ട് തന്നെ കിട്ടിക്കഴിഞ്ഞു. ഇത് പഠിച്ചാലുള്ള വേറെ പ്രത്യേകത, ഫോർത്ത് മൊഡ്യൂളിലെ 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വളരെ കൃത്യമായി മാർക്ക് ചെയ്ത് പോയിന്റ് ഇട്ട് പേര് നെയിം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഉപകാരമുണ്ട്. അതായത് നിങ്ങളുടെ പാസ് മാർക്കിന്റെ പകുതിയും മുക്കാലോളം നിങ്ങൾക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു ഡിഫോൾട്ട് ആയിട്ട് കേട്ടോ. അപ്പൊ നമ്മള് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഓഫ് ഈച്ച് സോളിഡ് ഇൻ ദ കേസ് ഓഫ് തേർഡ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യാണ്. നോക്കിക്കോ, കേസ് ഓഫ് പെന്റഗണൽ പിരമിഡ്. എവിടെ റെസ്റ്റ് ചെയ്യുന്നു ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം റെസ്റ്റിംഗ് ഓൺ ദ പെന്റഗണൽ ഫേസ് ഓൺ HP, അല്ലെങ്കിൽ ഏത് സോളിഡ് ആണോ അതിന്റെ ഫേസ് റെസ്റ്റിംഗ് ഓൺ HP യുടെ കേസ് സെക്ഷനിൽ വരുള്ളൂ. അതേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബേസ് എഡ്ജ് 40 mm ഞാൻ പറയുന്ന കേസാണ് കേട്ടോ. ആക്സിസ് 70 mm ആണ്. ഇതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ വരയ്ക്കാനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഒരു തിൻ XY ലൈൻ വരയ്ക്കും. നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, നമുക്ക് ഗ്രാഫിക്സിൽ തിൻ ലൈനും തിക്ക് ലൈനും ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വരയ്ക്കണം. തിൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ പെൻസിൽ വെച്ചിട്ടൊന്നല്ല, നമ്മുടെ പെൻസിൽ വെച്ചിട്ട് സ്ട്രെസ് ചെയ്യാതെ വളരെ തിന്നായി കണ്ടില്ല എന്ന് വരയ്ക്കുന്നതാണ് തിൻ ലൈൻ. തിക്കാക്കി വരയ്ക്കുന്നത് തിക്ക് ലൈൻ, പ്രസ് ചെയ്ത് വരയ്ക്കുന്നത് തിക്ക് ലൈൻ. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ തിൻ XY ലൈൻ വരച്ചു. XY ലൈൻ തിന്നാണേ. ഇനി പെന്റഗണൽ പിരമിഡ് ഉണ്ട്. പെന്റഗണൽ പിരമിഡ് നോക്കിയേ, റെസ്റ്റിംഗ് ഓൺ HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പെന്റഗൺ ഇവിടെ ഇരിക്കുന്നുണ്ടോ, പെന്റഗണൽ പിരമിഡ് അല്ലേ. ഇതിന് നമ്മൾ ഇവിടെ നോക്കുന്നു, ഇവിടെ നോക്കുന്നത് ഫ്രണ്ട് വ്യൂ, ഇവിടെ നോക്കുന്നത് ടോപ്പ് വ്യൂ. ഫ്രണ്ട് വ്യൂ കാണുന്ന ആൾ ഇവിടെ വരയ്ക്കും, ടോപ്പ് വ്യൂ കാണുന്ന ആൾ ഇവിടെ വരയ്ക്കും. അത്ര ഉള്ള കഥ കേട്ടോ. പിന്നെ റൊട്ടേറ്റ് ചെയ്താണ്, അതായത് മുകളിൽ ടോപ്പ് വ്യൂ വരുന്നു, താഴെ ഫ്രണ്ട് വ്യൂ വരുന്നു നമുക്കറിയാം. അപ്പൊ ഒരു പെന്റഗണെ നമ്മൾ HP ഇങ്ങനെ കെടുത്തിയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെന്റഗണൽ ഫേസ് ആണ് നമുക്ക് HP കാണാം. അതാണ് XY ലൈനിന്റെ താഴെ കാണാം. അപ്പൊ നമ്മൾ XY ലൈനിന്റെ താഴെ വരയ്ക്കേണ്ടത് ഒരു പെന്റഗൺ ആണെന്ന് നമുക്ക് മനസ്സിലായി. പെന്റഗൺ വരയ്ക്കാൻ ഞാൻ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. പെന്റഗണിന്റെ ഇൻസൈഡ് ആംഗിൾ 108 ഡിഗ്രിയാണ്, 108 ആണ്. അറിയാത്തവർക്കായി പറഞ്ഞു തരാണ്. ഒരു പെന്റഗൺ വരയ്ക്കാന്ന് പറഞ്ഞാൽ ഗിവൺ ലെങ്ത്തിൽ, ഇവിടുത്തെ ബേസ് എഡ്ജ് നോക്കിയാൽ 40 mm ആണ്. അപ്പൊ നമ്മൾ ഗിവൺ ലെങ്ത്തിൽ 40 mm ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കും. 2 കോർണർ ഐഡന്റിഫൈ ചെയ്ത് വെക്കും. പ്രൊട്രാക്ടർ എടുക്കും, ഇത് ഇവിടെ വെക്കും. 108 ഡിഗ്രി, ഇവിടെ 90 വരും, ഇവിടെ 108 വരും. അവിടെ ഒരു ലൈൻ വരയ്ക്കും. ആ ലൈനിൽ അഗെയിൻ 40 mm മാർക്ക് ചെയ്യും. അവിടെ ഇരിക്കട്ടെ. പ്രൊട്രാക്ടർ കൊണ്ടുപോയി ഇവിടെ വെക്കും. 90 ഡിഗ്രി, ഇവിടെ നിന്ന് 0 മാർക്ക് ചെയ്യും കേട്ടോ. ഇവിടെ നിന്ന് മെഷർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് 90 കഴിഞ്ഞ് 108 ഇവിടെ അഗെയിൻ ഇവിടെ ലൈൻ വരയ്ക്കും. എന്നിട്ട് അതിൽ 40 mm മാർക്ക് ചെയ്യും. അപ്പൊ ഈ ലൈനിന്റെ കറക്റ്റ് ലെങ്ത് കിട്ടും.
പ്രൊട്രാക്ടർ ഇവിടെ വയ്ക്കും, ഇങ്ങോട്ട് വരയ്ക്കും, പ്രൊട്രാക്ടർ ഇവിടെ വയ്ക്കും, 108 ഇങ്ങോട്ട് വരയ്ക്കും, കൂട്ടിമുട്ടും പെന്റഗൺ ആയിട്ടാ. പെന്റഗൺ വരയ്ക്കാൻ അറിയാത്തവർക്ക് വെറുതെ പറഞ്ഞെന്നുള്ളൂ, അറിയാത്തവർക്ക് വേണ്ടി മാത്രമല്ല, എനിക്കറിയാം സ്റ്റിൽ. അപ്പൊ ടോപ്പ് വ്യൂല് നമ്മൾ പെന്റഗൺ വരച്ചു കഴിഞ്ഞു. പെന്റഗൺ വരച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ചെയ്യേണ്ട കേസ് പെന്റഗണിന്റെ കോർണറുകൾക്ക് പിരമിഡ് അല്ലേ, ഓക്കെ, പെന്റഗണിന്റെ കോർണറുകൾക്ക് നിങ്ങൾ ഇങ്ങനെ ഇട്ടെടുത്തിട്ടാ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ കുത്തിട്ടുന്നുള്ള പേര് കൊടുക്കുക, ABCDE. അപ്പൊ തന്നെ അതിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കാം. പെന്റഗണിന്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയോന്ന് എനിക്കറിയില്ല. ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സൈഡിന്റെ മിഡ് പോയിന്റ് എടുത്തിട്ട് അവിടെ നിന്ന് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. അടുത്ത നിയറസ്റ്റ് സൈഡിന്റെ മിഡ് പോയിന്റ് എടുത്തിട്ട് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. അതായത് 40 mm ആണ് ഒരു സൈഡ്, അവിടെ നിന്ന് 20 mm ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഇവിടെയും 20 mm ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക, കൂട്ടിമുട്ടും. അതാണ് നമ്മുടെ പെന്റഗണിന്റെ സെന്റർ പോയിന്റ്. ഇനി സെന്റർ പോയിന്റിൽ നിന്ന് ഓരോ കോർണറുകളിലേക്ക് ഇങ്ങനെ ജോയിന്റ് ലൈൻ വരയ്ക്കുക. അതായത് ടോപ്പ് വ്യൂവിൽ കാണുന്ന സ്ലാന്റ് അടിച്ച് കഴിഞ്ഞു കഥ. ടോപ്പ് വ്യൂ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് 8 നിങ്ങളുടെ ഇത്ര മാർക്കിലെ, അതായത് നേരത്തെ പറഞ്ഞ മാർക്കിലെ പകുതി മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം അല്ലെ. ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ വളരെ സിമ്പിൾ ആണ്. ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലെ നമ്മുടെ പോയിന്റിന്റെ പ്രൊജക്ഷനിലെ ഒരു ഫൈൻഡിങ് ആണ് വേണ്ടത്. ഒരു പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ലൈൻസ് വിത്ത് സെയിം വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഈ സെന്റർ പോയിന്റിനെ അപ്പെക്സിന് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അയാളെ നേരെ കൊണ്ടുപോയി ഇവിടെ നിർത്തുക, വെറുതെ ഒരു തിൻ ലൈൻ വരയ്ക്കുക. ഇനി ആക്സിസ് 70 mm പറഞ്ഞിട്ടുണ്ടെങ്കിൽ XY ലൈനിൽ നിന്ന് മുകളിലേക്ക് 70 mm നമ്മൾ മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ മുകളിലത്തെ O എന്ന് പറയുന്ന പോയിന്റ് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? എനെ കൊണ്ടുപോയി ഇവിടെ നിർത്തുക, ബിനെ കൊണ്ടുപോയി XY ലൈനിൽ നിർത്തുക, സിനെ കൊണ്ടുപോയി XY ലൈനിൽ നിർത്തുക, ഡിനെ കൊണ്ടുപോയി നിർത്തുക, ഇനെ കൊണ്ടുപോയി നിർത്തുക. ബിനെ കൊണ്ടുപോയി XY ലൈനിൽ കിട്ടുന്ന പോയിന്റ് ആണ് B ഡാഷ്. എ നിൽക്കുന്ന പോയിന്റിന്റെ പേരാണ് A ഡാഷ്. സി നിൽക്കുന്ന പോയിന്റിന്റെ പേരാണ് C ഡാഷ്. ഡി നിൽക്കുന്ന പോയിന്റിന്റെ പേര് D ഡാഷ്. ഇ നിൽക്കുന്ന പോയിന്റിന്റെ പേര് E ഡാഷ്. എവിടെ? XY ലൈനിൽ മുട്ടുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് പോയിന്റിന്റെ പ്രൊജക്ഷൻ അറിയുന്നവർക്ക് അറിയാം. ഈ പോയിന്റുകളൊക്കെ റെസ്റ്റിംഗ് ഓൺ HP ആണ്. റെസ്റ്റിംഗ് ഓൺ HP എന്ന് പറയുന്ന പോയിന്റുകളുടെ ഫ്രണ്ട് വ്യൂ XY ലൈനിൽ കിട്ടും കേട്ടോ. നിങ്ങൾ എന്റെ അടുത്തേക്ക് തന്നെ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കാൻ വരുമ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി നോക്കിയേ, നമ്മൾ ഈ B ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് ഓയിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യുക, A ഡാഷിന് ഇങ്ങനെ ജോയിൻ ചെയ്യുക, ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ കിട്ടി കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ തിക്ക് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിൽ, ടോപ്പ് വ്യൂവിൽ നമുക്ക് വ്യൂ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ഇയാളുടെ വ്യൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഒരു സോളിഡിന്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ വരയ്ക്കാൻ. ഇത് നിങ്ങൾ മനസ്സിലാക്കി വരയ്ക്കുക. മനസ്സിലാക്കി വരച്ചില്ലെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കുക, ഒരു പ്രശ്നവും ഇല്ല. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ എങ്ങനെ വരാമെന്ന് ബൈ ഹാർട്ട് പഠിച്ചാൽ മതി.